പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നിന് പിന്നാലെ തുടർ നീക്കത്തിന് ബി.ജെ.പി. അടുത്ത മാസം കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വേദി തൃശൂർ തെരഞ്ഞെടുത്തതിൽ തന്നെ ചില സാധ്യതകൾ ബി.ജെ.പി. മുന്നിൽ കാണുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അടുത്ത വർഷം നടക്കാനിരിക്കെ ഇതും ക്രൈസ്തവ സഭയുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള അവസരമാക്കാനാണ് ബി.ജെ.പി. ആലോചിക്കുന്നത്. വി അരുണും ഒപ്പം ടോം കുര്യാക്കോസും ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കും. കഴിഞ്ഞ ദിവസം ആദ്യം ടോമിലേക്ക്. ടോം, കഴിഞ്ഞ ദിവസം വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഡൽഹിയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയുണ്ട്. 60ഓളം ആളുകളുമായി പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നു. അതിനുശേഷം അമിത്ഷാ അവിടുത്തെ പള്ളിയിൽ സന്ദർശനം നടത്തുന്നു. ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കാൻ നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ബി.ജെ.പി. അത് ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണോ അവർ? കേരളത്തിലും സ്നേഹ സന്ദേശയാത്ര അടക്കം നടത്തി ആരംഭിച്ചു കഴിഞ്ഞു ബി.ജെ.പി. രഞ്ജിത്ത്, രാജ്യത്ത് കേരളവും തമിഴ്നാടും ഒഴികെയുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളൊഴികെ ബി.ജെ.പി. വലിയ ആധിപത്യം ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് സംശയമില്ല തുടർഭരണം ഉണ്ടാകും, വലിയ ആധിപത്യം എല്ലായിടത്തും ഉണ്ടാകും. പക്ഷെ അപ്പോഴും ഒരു ചീത്തപ്പേര് ബി.ജെ.പിക്ക് അവർ കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് മറികടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേര് അവർ കാണുന്നത് ഭൂരിപക്ഷങ്ങളുടെ മാത്രം പാർട്ടി എന്ന ലേബലാണ്. അത് മറികടക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ബി.ജെ.പിക്ക് മുന്നിൽ. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലടക്കം ക്രൈസ്തവ സമുദായവുമായി, അത് ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ മുസ്ലിം സമുദായത്തോട് അത്ര പെട്ടെന്ന് അടുക്കാൻ കഴിയുന്ന ഒരു സംഘടനാ രീതിയോ അല്ലെങ്കിൽ അവരുടെ ആശയപരമായ സാധ്യതയോ ബി.ജെ.പി. കാണുന്നില്ല. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി എളുപ്പം അവിടെ ന്യൂനപക്ഷങ്ങളുടെ കൂടി പാർട്ടി എന്ന ലേബലിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എളുപ്പ വഴി അവർ കാണുന്നത് ക്രൈസ്തവ സമുദായത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. കേരളത്തിൽ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പല സ്നേഹയാത്രകൾ ഉൾപ്പെടെയുള്ളവ മറ്റു പല നടപടികളിലൂടെ ബി.ജെ.പി. സംസ്ഥാനത്തെ ക്രൈസ്തവ മേഖലയുമായി വിഭാഗവുമായി അടുക്കാൻ ശ്രമിക്കുന്നു. സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യമാകെ അത്തരമൊരു നീക്കം അവർ നടത്തുന്നുണ്ട്. അൽഫോൺസ് കണ്ണന്താനം എന്ന ഒരു CPM-നൊപ്പം നിന്ന ഒരു MLA, അദ്ദേഹത്തെ പിന്നീട് ബി.ജെ.പിയിലെ കൊണ്ടുവന്നടക്കം അത്തരം ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. നേരത്തെ PC തോമസിൻ്റെ പാർട്ടി വളരെ മുമ്പ് തന്നെ NDAയുടെ ഭാഗമായി മാറി. അവിടെ കൊണ്ടൊന്നും ബി.ജെ.പിയുടെ ആ ഒരു ആഗ്രഹ സാഫല്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അവർക്ക് ഇനി അവർ ഒരു സമഗ്രാധിപത്യം എന്ന രീതിയിൽ എല്ലാ വിഭാഗങ്ങളുടെയും ഒരു പാർട്ടിയായി മാറുന്നു. അങ്ങനെ ഒരു സർക്കാരായി മാറാനുള്ള ലക്ഷ്യത്തിനിടെ സ്വാഭാവികമായും ക്രൈസ്തവ വിഭാഗത്തെയെങ്കിലും കൂടെ നിർത്തണം, ഒരു പരിധിവരെയെങ്കിലും അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയെങ്കിലും കൂടെ നിർത്തണമെന്ന ആ വലിയ ആഗ്രഹം അവർക്കുണ്ട്. അതിൻ്റെ നീക്കങ്ങളാണ് ബി.ജെ.പി. നേതൃത്വം ഇപ്പോൾ നടത്തുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ വളരെ പ്രസിദ്ധമായ ഒരു വിരുന്ന്, ക്രിസ്മസ് വിരുന്ന്, അതിനുശേഷം അമിത്ഷായുടെ പള്ളി സന്ദർശനം. കഴിഞ്ഞ തവണയും കഴിഞ്ഞ വർഷവും ഇതുപോലെ ബി.ജെ.പി. നേതാക്കൾ പള്ളികൾ സന്ദർശിച്ചിരുന്നു. ഡൽഹിയിലും അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ 2 വർഷമായി ബി.ജെ.പിയുടെ ദേശീയ നിർദ്ദേശപ്രകാരം സംസ്ഥാന നേതൃത്വം അത്തരം നീക്കങ്ങൾ, സ്നേഹയാത്ര, ക്രൈസ്തവ വീടുകൾ സന്ദർശിക്കുന്നു, അതുപോലെ തന്നെ പള്ളികൾ സന്ദർശിക്കുന്നു. ഇന്നലെ ഒരു ദൃശ്യം കണ്ടത് ഒരു ക്രിസ്മസ് കാരൽ യാത്രയ്ക്ക് വെങ്ങാനൂരിൽ, തിരുവനന്തപുരത്ത് കോവളം നിയമമണ്ഡലത്തിലെ വെങ്ങാനൂരിൽ സ്വീകരണം നൽകുന്നു. അത്തരത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളുമായി എങ്ങനെയൊക്കെ അടുക്കാമോ അതിനുള്ള വഴികളാണ് ബി.ജെ.പി. തേടുന്നത്.